പുനലൂരിലെ ഡോഗ് സ്ക്വാഡിൽ നിരവധി മോഷണ കൊലപാതക കേസുകൾ തെളിയിച്ച ബെറ്റി എന്ന അന്നയാത്രയായി. പുനലൂർ എൻകെ സിൽക്സിൽ വമ്പിച്ച സമ്മാന പെരുമഴ. ആഗസ്റ്റ് 2 മുതൽ 6 വരെ എൻകെ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 25,000 രൂപയ്ക്ക് സൌജന്യമായി പർച്ചേസ് ചെയ്യാം. 2 മുതൽ 6 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്നും നറുക്കിട്ട് തെരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് ഓരോരുത്തർക്കും 25,000 രൂപയ്ക്ക് വരെ സൌജന്യമായി പർച്ചേസ് ചെയ്യാനുള്ള അവസരം. മാത്രമല്ല, ആഗസ്റ്റ് 2 മുതൽ 28 വരെയുള്ള ഓരോ പർച്ചേസിനും 50% വരെ ഡിസ്കൌണ്ടും. ഈ ഓണക്കാലം എൻകെ സിൽക്സിനൊപ്പം ആഘോഷിക്കാം. നവീകരിച്ച പുനലൂർ എൻകെ സിൽക്സിന്റെ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഔദ്യോഗിക യാത്ര അയപ്പ് നൽകിയാണ് മൃതശരീരം പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സംസ്കരിച്ചത്. പുനലൂർ ഡിവൈഎസ്പി ജോൺ പുനലൂർ സബ് ഡിവിഷന് വേണ്ടി റീത്ത് സമർപ്പിച്ചു. 2016 ജനിച്ച ബെറ്റി ഹരിയാനയിലെ ITDPയിൽ പരിശീലനം പൂർത്തിയാക്കി 2017 കൊല്ലം റൂറൽ ഡിവിഷനിൽ പോലീസ് സേനയുടെ ഭാഗമായി. മോഷണങ്ങളും കൊലപാതകങ്ങളും തെളിയിക്കുന്ന ട്രാക്കർ ഇനത്തിലുള്ള പരിശീലനമായിരുന്നു ലഭിച്ചിരുന്നത്. നിരവധി മോഷണങ്ങൾക്കും കൊലപാതകത്തിനും തുമ്പ ഉണ്ടാക്കാൻ ബെറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10ാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം. ട്യൂമർ ബാധിച്ചതാണ് മരണകാരണം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കൊല്ലത്തുള്ള വെറ്റിനറി ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ട്യൂമർ നീക്കുന്നതിനായുള്ള സർജറി നടത്തിയിരുന്നു. ITBP ട്രെയിനിങ്ങിന് പോയിട്ട് 2017 നവംബറിൽ ഇവിടെ കൊല്ലം റൂറൽ ചാർജ് ചെയ്തതാണ്. ഒരു 4-5 കേസുകൾ പിന്നെ ട്രാക്കർ ഡോഗാണിത്. മോഷണം കൊലപാതകം കണ്ടുപിടിക്കുന്നത് 4-5 കേസുകളിൽ GIC കിട്ടിയ ഡോഗാണിത്. അപ്പം അടുത്ത ഡിസംബറിൽ അടുത്ത മാസം ഡോഗിന് 10 വയസ്സ് തികയാണ്. നല്ല കഴിവുള്ള ഒരു ഡോഗായിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ ഒരു ഗർഭാശയത്തിൽ ഒരു മുഴ വളർന്നതായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മളെ തേവള്ളിയിലെ വെറ്റിനറി സർജൻ നല്ല പേര് കേട്ട വെറ്റിനറി സർജനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4-5 ദിവസം ഡോഗിന് അങ്ങ് വയ്യാതെ വന്ന് അങ്ങനെ 2 ദിവസം മുമ്പേ ഡോഗിനെ കൊണ്ട് കാണിച്ചു. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാനിങ് ഒക്കെ ചെയ്തു. ഇന്നലെ വൈകിട്ട് സർജറി നടത്തി. വൈകിട്ടൊരു 8:30 സർജറി നടത്തി. സർജറി ഒരു 10:30 തീർന്നു. അന്നേരം നല്ല എണീക്കുകയും നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 3 മണിയായപ്പം അതിന് അറ്റാക്ക് പോലെ വന്ന് മരിക്കുകയായിരുന്നു, മരണപ്പെടുകയായിരുന്നു. നമ്മൾ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി ശേഷം കൊണ്ടുപോയി. ഇത് ട്രാക്കർ ഡോഗ് എന്ന് പറയും. പോഷണ കൊലപാതകം കണ്ടുപിടിക്കുന്ന ഡോഗ്. ബെറ്റി ഡോഗ് നമ്പർ 285 ബെറ്റി. സർജറിക്ക് ശേഷം ആരോഗ്യവതിയായി കാണപ്പെട്ടെങ്കിലും പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു. 10 വർഷത്തോളം പോലീസിൽ നിസ്തുല സേവനം നടത്തി നിരവധി മോഷണങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെ തുമ്പുണ്ടാക്കാൻ സാധിച്ച ബെറ്റിക്ക് ഈ റെനണിഞ്ഞ യാത്രയയപ്പാണ് പുനലൂർ സബ് ഡിവിഷനിൽ നൽകിയത്. Thank you.